മണ്ണഞ്ചേരിയിലെ മോഷണത്തിന് പിന്നിൽ കുറുവാ സംഘമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. സംഘത്തിൽ 14 പേരുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ആസൂത്രിതമായാണ് മോഷണമെന്ന് ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബു പറഞ്ഞു. പിടിയിലായ സന്തോഷ് സെൽവം കുറുവാ സംഘത്തിൽപ്പെട്ടയാളാണ്. എന്നാൽ മണികണ്ഠൻ സംഘത്തിന്റെ ഭാഗമാണോ എന്ന് പരിശോധിക്കുകയാണെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. സന്തോഷ് സെൽവം എന്നുള്ള പ്രതി ഇതിൽ ഇൻവോൾവ് ആണെന്ന രീതിയിൽ ഈ പോലീസിന് ആലപ്പുഴ പോലീസിന് വ്യക്തമായി കഴിഞ്ഞു. ഇതിൽ ഈ സന്തോഷ് സെൽവത്തോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ പിടികൂടിയ കസ്റ്റഡിയിലെടുത്ത ഒരു മണികണ്ഠൻ, അയാളുടെ കാര്യത്തിൽ നമുക്കിതുവരെ വ്യക്തത വന്നിട്ടില്ല. കാരണം വിഷ്വൽസിൽ കാണുന്ന ഈ രണ്ടാമത്തെ ആൾ മൂടി പുതച്ച ഒരവസ്ഥയിലാണ് വന്നത്. മാത്രമല്ല, ഇവർ ഈ മോഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. വളരെ ആസൂത്രിതമായ രീതിയിലാണ് മോഷണങ്ങൾ ഇവർ നടത്തുന്നത്. അതിനിടെ പിടിയിലായ മണികണ്ഠൻ നിരപരാധിയെന്നാരോപിച്ച ബന്ധുക്കൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. പോയിട്ടില്ല സാർ, വെറുതെ പിടിച്ചില്ല സാർ, സത്യമാണ് പോയിട്ടില്ല സാർ, പോയിട്ടില്ല, സത്യമാണ് പോയിട്ടില്ല സാറ്, വെറുതെ പിടിച്ചിരിക്കുക സാറ്, വെറുതെ പിടിച്ചിരുന്ന വിടാൻ പറയാ സാറ്. കുപ്പി പറക്കി അവനെ പുറത്തെടുത്ത് ഒപ്പിടാണ് ഇരുമ ഒപ്പ് തീരുമ്പോ ഇവർ വന്ന് പിടിച്ചു. ഇപ്പൊ പിടിച്ച് ഇവർ കൊണ്ടുവന്നു ഇന്നലെ. സത്യമാണ് ഒന്നും ചെയ്തില്ല സാർ, പോയിട്ടില്ല സാർ. ഞങ്ങളുടെ പ്രതിനിധികൾ മനീഷ് മഹിപാലും വിഷ്ണു സുരേഷുമാണ് തത്സമയം ലൈവ് ഫ്രം ട്രബിൾ സ്പോട്ടിൽ ചേരുന്നത്. ആദ്യം മനീഷ് മഹിപാലിലേക്ക്. മനീഷ്, ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത കൈവന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ ഒരു വലിയ ആശങ്ക, വലിയ തിരച്ചിൽ നാട്ടുകാരുടെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നത്. നമ്മളും അതിൽ പങ്കാളിയായി. ഇന്നലെയൊക്കെ നമ്മൾ അതിന്റെ വാർത്തകൾ നൽകിയിരുന്നു, ലൈവത്തോൺ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇന്നിതാ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്, ഇതിൽ പിടിയിലായ ഒരാൾ കുറുവാ സംഘത്തിൽപ്പെട്ടയാൾ തന്നെയാണ് എന്നത്. അതായത് മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവാ സംഘമാണ് എന്ന്. ഇനി ഈ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ട്, അവരിലേക്കൊക്കെ എത്താനുള്ള പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയാണ്? ഇന്ന് പോലീസ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഞാൻ നിൽക്കുന്നത് പുന്നപ്രയിലാണ്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് തെളിയേണ്ടത് പുന്നപ്രയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുണ്ടായ മോഷണ ശ്രമങ്ങളും മോഷണ കേസുകളുമാണ്. അവിടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും കഴുത്തിൽ കിടന്ന മാല ഈ കള്ളൻ അടുക്കള വാതിൽ വഴി എത്തിയ കള്ളൻ അപഹരിച്ചത്. ആ രീതിയിൽ പല മോഷണങ്ങളും നിലവിൽ ഈ പുന്നപ്ര ഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ട കുറച്ച് ദൃശ്യങ്ങളുണ്ട്. അത് പുന്നപ്രയിലെ ദൃശ്യങ്ങളാണ്. പുന്നപ്രയിൽ നിന്നാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതായത് ഒരു കടയ്ക്ക് സമീപത്ത് നിന്ന് അതിന്റെ വഴിയിലൂടെ ദേശീയപാതയിൽ ഏതോ വാഹനത്തിൽ വന്ന ഈ പറയുന്ന കുറുവാ സംഘത്തിൽപ്പെട്ടവരാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിലുള്ള ആളുകൾ ഈ വഴിയിലൂടെ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ മണ്ണഞ്ചേരിയിൽ നിലവിൽ മോഷണം നടത്തിയ കേസിൽ ഒരാൾ പിടിയിലായിട്ടുണ്ടെങ്കിൽ പോലും പുന്നപ്രയിൽ ഇത് സംബന്ധിച്ച് ആശങ്കയ്ക്ക് ഇപ്പോഴും വകയുണ്ട്. കാരണം അവിടെ ഈ ഒരു ദൃക്സാക്ഷിയുമായി ഒരു മൽപ്പിടുത്തമുണ്ടായ ആളെയൊന്നും, അല്ലെങ്കിൽ മൂക്കിന് പരിക്കേറ്റ ഒരാളെ എവിടെയെങ്കിലും കാണുമെങ്കിൽ അവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തുമെങ്കിൽ ആശുപത്രി അധികൃതർ അറിയിക്കണമെന്നുള്ള ഒരു റിലീസൊക്കെ ജില്ലാ പോലീസ് മേധാവി ഇറക്കിയിരുന്നു. അതുകൊണ്ട് പുന്നപ്രയെ സംബന്ധിച്ച് ഒരു സൂചനകളും നിലവിൽ ലഭ്യമായിട്ടുണ്ടോ എന്നോ, അല്ലെങ്കിൽ അങ്ങനെ ലഭ്യമായിട്ടുണ്ടെങ്കിൽ പ്രതികളിലേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ടോ എന്ന കാര്യവും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അവിടെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപും മോഷണ ശ്രമങ്ങളുണ്ടായി. നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മോഷണ ശ്രമം. അതിന് മുൻപാണ് അമ്മയുടെ കുഞ്ഞിന്റെയും മാല നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായത്. മണ്ണഞ്ചേരിയിൽ തന്നെ പിടികൂടിയിട്ടുണ്ടെങ്കിലും പുന്നപ്രയെ സംബന്ധിച്ച് ഈ 7 അംഗ സ്ക്വാഡിന് മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇവർ ഈ പറയുന്ന കുറുവാ സംഘമാണെന്നുള്ള പ്രാഥമിക നിഗമനം ഉണ്ടെങ്കിലും ഈ നിലവിൽ പിടിയിലായിട്ടുള്ള സന്തോഷ് സെൽവത്തിന്റെ തന്നെ കൂട്ടത്തിലുള്ള കൂട്ടാളികളാണോ എന്ന കാര്യമൊക്കെ തന്നെ പോലീസ് പൂർണ്ണമായും ഒരു വ്യക്തത വരുത്തുന്നില്ല. എന്നാൽ മറ്റൊരു കാര്യമുണ്ട്, ഈ മൊത്തത്തിൽ ഈ ഒരു സീസണബിളായി വരുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. അങ്ങനെ 14 പേർ നിലവിൽ കേരളത്തിലേക്ക് കുറുവാ സംഘത്തിലെ ഇതെന്ന് കരുതപ്പെടുന്ന ആളുകൾ എത്തിയിട്ടുണ്ട്. അതിലൊരാളാണ് ഈ സന്തോഷ് സെൽവം. മറ്റാളുകൾ മറ്റു സ്ഥലങ്ങളിലുണ്ട്. അവരെ പിടികൂടുന്ന കാര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തണമെന്ന കാര്യം ഇപ്പോൾ പോലീസ് സംഘം ആലോചിച്ചു വരികയാണ്. നിലവിൽ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുൻപാകെ സന്തോഷിനെ ഹാജരാക്കി നാളെ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് കൂടുതൽ ചോദ്യം ചെയ്ത് ഈ മറ്റ് പ്രതികളിലേക്ക് കൂടി എത്താനായിരിക്കും പോലീസ് സംഘം ശ്രമിക്കുക. നിലവിൽ പക്ഷേ ഈ വലിയ വാർത്തകളാകുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചരണം നടക്കുന്നു. നൈറ്റ് സ്ക്വാഡ് ഇറങ്ങുന്നു, നാട്ടുകാരും പോലീസും ചേർന്ന് നൈറ്റ് സ്ക്വാഡ് ഇറക്കുന്നു. അങ്ങനെ 2 ദിവസങ്ങളായി പക്ഷേ ഈ കള്ളന്മാരെ അല്ലെങ്കിൽ കുറുവാ സംഘങ്ങളെ സാന്നിധ്യം ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ കാര്യമായി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മോഷണ സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവർ മറ്റു ജില്ലകളിലേക്ക് പോകുന്ന രീതിയാണ് സാധാരണ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സമീപ ജില്ലകളിലും പക്ഷേ സാന്നിധ്യം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഇവർ പോകുന്നതിന്റെ
CCTV ദൃശ്യങ്ങളൊക്കെ അടക്കം ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണമാക്കി മാറ്റുമോ? നേരത്തെ KC വേണുഗോപാൽ MP ഒക്കെ തന്നെ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നത് ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങുന്നൊരു കേസല്ല, ഇത് സംസ്ഥാനത്താകെ ഒരു സ്പെഷ്യൽ വിങ് തയ്യാറാക്കി, ഒരു സ്ക്വാഡ് തയ്യാറാക്കി അന്വേഷിക്കണം. കാരണം ഈ രീതിയിൽ ഓരോ സമയത്തും കള്ളന്മാർ അതായത് ഈ കേരള തമിഴ്നാട് അതിർത്തിയിൽ നിന്നും കള്ളന്മാർ എത്തി എല്ലാ വർഷവും ഇങ്ങനെ ഒരുപാട് ആളുകളുടെ വീട്ടിൽ കയറി അവർക്ക് നഷ്ടം വരുത്തുന്നുണ്ട്. അങ്ങനെ ഒരു 10-20 കേസുകളാകുമ്പോൾ 1-2 ആളുകളെ മാത്രം പിടികൂടിയാൽ പോരാ, ഇതിന് കൃത്യമായൊരു പദ്ധതി വേണം. സർക്കാർ അങ്ങനെ ആഭ്യന്തര വകുപ്പ് അങ്ങനെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ചർച്ചയായ കേരളത്തിൽ കുറുവാ സംഘത്തിന്റെ ഈ ശല്യം അല്ലെങ്കിൽ ഉറക്കം കെടുത്തുന്ന സംഭവം ഇത്രയും ചർച്ചയായ ഘട്ടത്തിൽ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക പദ്ധതി 7-അംഗ സ്ക്വാഡിനെ അല്ലാതെ മൊത്തം സംസ്ഥാനത്താകെ ഇവരെ പിടികൂടാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ അല്ലെങ്കിൽ പദ്ധതി ഉണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് ചർച്ച ചെയ്യുമോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ മണികണ്ഠന്റെ കാര്യത്തിൽ കൂടുതൽ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ സന്തോഷ് ശിവത്തെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്ന അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനൂജ, അതെ, ഇപ്പൊ ഇതിൽ ഒരു കാര്യം കൂടി മനീഷ്, ഈ മണികണ്ഠൻ എന്നയാളെ കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത്? ഇയാൾ മോഷ്ടാവാണ്, പക്ഷേ ഈ സംഘത്തിൽപ്പെട്ടതാണോ എന്നതിൽ ഒരു വ്യക്തത കുറവുണ്ട്. മണികണ്ഠൻ ഈ ഒരു മോഷണ സംഭവത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന പോലീസിന്റെ സംശയം, ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് അന്ന് അതേ സന്തോഷ് ശെൽവം മണ്ണഞ്ചേരിയിൽ എത്തിയ സമയത്ത് ഇയാളുടെ കൂടെ ഒരു കൂട്ടാളിയുണ്ട്. അതാരാണെന്ന് പോലീസിന് വ്യക്തമായിട്ടില്ല. സന്തോഷ് ശെൽവം ഒട്ടാകട്ടെ ഇത് ആരാണെന്ന് വ്യക്തമാക്കുന്നതുമില്ല. പക്ഷെ ഇന്നലെ ഈ അവിടെ വെച്ച് സന്തോഷ് ശെൽവത്തെ കുണ്ടന്നൂരിൽ വെച്ച് പിടികൂടുന്ന സമയത്ത് പോലീസിന് നേരത്തെ ലഭിച്ച ഒരു ചിത്രത്തിലെ ഫോട്ടോയുമായി സാദൃശ്യം തോന്നുന്ന ആളാണ് ഈ മണികണ്ഠൻ. അങ്ങനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. പക്ഷേ പല കാര്യങ്ങളിലും മണികണ്ഠൻ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അതായത് മണികണ്ഠൻ നേരിട്ട് ഈ സ്ഥലത്തെത്തി മോഷണത്തിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ കൂടി ഈ മോഷണ മുതൽ ഒളിപ്പിക്കുകയോ ഇത് വിൽപ്പന നടത്താൻ വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയോ ഇതിന്റെ ഒരു ക്യാരിയറായി മാറുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ നേരത്തെ ലൈവിൽ കാണിച്ചിരുന്നു, തിരുച്ചിറപ്പള്ളിയിൽ നിന്നും കൊച്ചിയിലേക്ക് ഇയാളും ഭാര്യയുമായി വന്നതിന്റെ ട്രെയിൻ ടിക്കറ്റ് ഇയാളുടെ ഭാര്യ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുന്നു. അതായത് 2 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ തങ്ങൾ കൊച്ചിയിൽ എത്തിയിട്ട് തിരുച്ചിറപ്പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. നിരപരാധിയാണ് തന്റെ ഭർത്താവെന്ന് ഈ മണികണ്ഠന്റെ ഭാര്യ പോലീസ് സ്റ്റേഷന് മുൻപാകെ വന്ന് പറയുകയാണ്. അപ്പോൾ അത് ഇവരുടെ അതിബുദ്ധിയാണോ? ഇവർ ഈ സ്വർണം വിൽക്കാൻ വേണ്ടി ഇനി തമിഴ്നാട്ടിലേക്ക് മറ്റെന്തെങ്കിലും പോയതാണോ, അതോ ഇയാൾ നിരപരാധിയാണോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവർ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴും ഇവർക്ക് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഇവിടെ നിന്നും എടുക്കുന്ന പണം അവിടെ മറ്റൊരു ജീവിതം നയിക്കുകയാണ് ഇവർ, അല്ലെങ്കിൽ അവിടെ ഇവർക്ക് മറ്റു തരത്തിലുള്ള മുതലുകൾ ഉണ്ട് എന്നാണ് അപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. ഈ രീതിയിൽ ഇവർ പോലീസിന് മേൽ സമ്മർദ്ദ തന്ത്രം ചുമത്തുകയും ഒപ്പം തന്നെ ഇത് കളവാണെന്നും ഇത് തെറ്റിദ്ധാരണജനകമായ വാർത്തയാണെന്നുള്ള പ്രചരണങ്ങൾ ഇവർ പലപ്പോഴും പോലീസ് സ്റ്റേഷനിലും കോടതികളിലും വന്ന് പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും പുന്നപ്രയിൽ ഈ സംഘം തന്നെയാണോ മോഷണം നടത്തിയത് എന്നൊക്കെയുള്ളതിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് നിലവിലുള്ളത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിലാണ്. വിഷ്ണു, ഇനിയിപ്പോൾ ഇതിൽ നിലവിൽ അന്വേഷണം ഏത് തരത്തിലേക്കാണ് മുന്നോട്ട് പോകാനുള്ളത്? തെളിവെടുപ്പൊക്കെ നടത്തിക്കഴിഞ്ഞു, ഇനിയും കൂടുതൽ അത്തരത്തിലേക്കുള്ള നടപടികൾ ഉണ്ടാകുമോ? കോടതിയിൽ ഹാജരാക്കുക തുടങ്ങിയ കാര്യങ്ങൾ, അതിനകം ഈ കൂടുതൽ കാര്യങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചറിയാൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പോലീസ് നമ്മളോട് വെളിപ്പെടുത്തിയോ? അനുജ, കൂടെ ഉണ്ടായിരുന്നത് ആര് എന്ന ചോദ്യത്തിന് പോലും നിലവിൽ സന്തോഷ് മറുപടി നൽകുന്നില്ല. വലിയ ശ്രമകരമായ ദൗത്യമാണ് കുറുവ സംഘത്തിൽപ്പെട്ട ഒരാളെ ചോദ്യം ചെയ്യുക, അയാളിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ കേസിൽ പോലീസിന് ഒരു മികവ് എടുത്തു പറയേണ്ടതാണ്. കാരണം വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് പോലീസ് ഈ കേസിനെ എടുത്തത്. ആദ്യം തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. CCTV ദൃശ്യങ്ങളിൽ മുഖമില്ലായിരുന്നു. പിന്നീട് അയാളുടെ ശരീരഭാഷയും ശരീര ആകൃതിയും എല്ലാം മനസ്സിലാക്കിയാണ് പോലീസ് മണികണ്ഠനിലേക്ക് എത്തുന്നത്. ആ പച്ച കുത്തിയതാണ് ഏറ്റവും നിർണായകമായ ഒരു തെളിവായി പോലീസിന് ലഭിക്കുന്നത്. ആദ്യം ഈ പച്ച കുത്തിയ ഘട്ടത്തിലുണ്ടായിരുന്ന ഈ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം ഇന്ന് തെളിവെടുപ്പ് നടത്തിയ ദൃശ്യങ്ങളും താരതമ്യം ചെയ്തുകൊണ്ട് ഇത് മണികണ്ഠൻ എന്ന് തന്നെ ഉറപ്പിച്ചാണ് ഇന്ന് പോലീസ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് അടക്കം നൽകുക. അതായത് മണികണ്ഠനല്ല സന്തോഷിനെ പരമാവധി ഈ സമ്മർദ്ദത്തിലാക്കി ചോദ്യം ചെയ്ത് പരമാവധി വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭ്യമാക്കുക എന്നുള്ളതാണ് പോലീസ് ശ്രമിക്കുന്നത്. 14 പേര് സംഘത്തിലുണ്ട്. അതിൽ മണികണ്ഠനെ പ്രതികരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. സന്തോഷ് മാത്രമാണ് നിലവിൽ പിടികൂടിയത്. അങ്ങനെയെങ്കിൽ ബാക്കി 13 പേർ എവിടെയെന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. അവർ പാൻ കേരളയായി, അതായത് കേരളത്തിലുടനീളം അവർ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന് നിലവിൽ ലഭിക്കുന്ന വിവരം. അപ്പോൾ അത് കൊച്ചിയിലും ആലപ്പുഴയിലും
പുന്നപ്രയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല. നേരത്തെ കോട്ടയത്തും ഇതിൻ്റെ ചില സാധ്യതകളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തുടനീളം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിശോധന ഇതിനാവശ്യമാണ്. കൂടുതൽ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ സാന്നിധ്യം വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ മറ്റ് ജില്ലകളിൽ കൂടി റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തയ്യാറെടുക്കുന്നു. അനുജ വ്യക്തമാക്കാമോ? കേട്ടില്ല. അതായത് മണികണ്ഠൻ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത് അല്ലേ? അനുജ, മണികണ്ഠൻ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. അയാളെ വിട്ടിട്ടില്ല. അയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ സന്തോഷമായ അയാൾക്ക് ബന്ധമുണ്ടോ, ഈ മോഷണത്തിൽ പങ്കുണ്ടോ, അതോടൊപ്പം മോഷണം മുതൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുകയാണ്. ഈ മണികണ്ഠൻ ഇപ്പോഴും കുറുവ സംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ലീഡുകൾ പോലീസിന് ലഭിച്ചിട്ടുമില്ല. ഇന്നലെ ഈ കുണ്ടന്നൂരിൽ നിന്ന് സന്തോഷിനെ പിടികൂടുമ്പോൾ മണികണ്ഠൻ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് ചെയ്ത്. അയാളും എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വിശദമായി ചോദ്യം ചെയ്ത ശേഷം മാത്രമേ മണികണ്ഠന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കണോ വേണ്ടയോ എന്നുള്ള ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം വിഷ്ണു. അതായത് ഇപ്പോൾ നിലവിൽ പലയിടങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ മോഷണം നടന്നിട്ടുണ്ട്. നേരത്തെ പുന്നപ്രയിൽ നിന്നാണ് മനീഷ് മഹിപാൽ നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകിയത്. അവിടെ നടത്തിയ മോഷണത്തിന് പിന്നിൽ ആരാണ്, ഈ സംഘമാണോ എന്നതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. മറ്റൊന്നിപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ 14 അംഗ സംഘത്തിൽ 13 പേർ എവിടെ എന്നുള്ള ചോദ്യം, ജനങ്ങളുടെ ആശങ്ക അത് ഒരളവ് വരെ ഒഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മണ്ണഞ്ചേരിയിലൊക്കെ ഉള്ളവർ ഈ ഒരാളെ പിടികൂടിയതോടെ പോലീസ് വളരെ വേഗം തന്നെ ആ സംഘത്തിൻ്റെ മറ്റ് ആളുകളിലേക്ക് കൂടി എത്തും എന്ന് തന്നെയല്ലേ പോലീസ് അറിയിച്ചിട്ടുള്ളത്? അനുജ, പുന്നപ്രയിൽ എത്തിയത് കുറച്ചുകൂടി പ്രായമായ ആളുകളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ സന്തോഷം സംഘവും പുന്നപ്രയിൽ എത്തിയോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ നമ്മളൊരു പ്രതികരണം പുറത്തുവിട്ടിരുന്നു. പുന്നപ്രയിൽ മാല നഷ്ടപ്പെട്ട ഒരു വീട്ടമ്മയുടെ പ്രതികരണമാണ്. അവർ പറഞ്ഞത് താൻ ഈ സന്തോഷിൻ്റെ ദൃശ്യങ്ങൾ TV-യിൽ കണ്ടിരുന്നു. തന്നെ അന്ന് രാത്രി തൻ്റെ വീട്ടിൽ അകത്ത് കയറി തൻ്റെ മാല പൊട്ടിച്ച ഘട്ടത്തിൽ ഇരുട്ടിൻ്റെ മറവിൽ താൻ കണ്ടത് ഇത്തരത്തിലൊരു ശരീരപ്രകൃതിയുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ സന്തോഷ ആണോ അവിടെ എത്തിയതെന്ന് പോലീസ് പരിശോധിക്കുന്നു. സന്തോഷിന് പുറമെ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കുറുവ സംഘത്തിൽപ്പെട്ട ആളുകൾ പുന്നപ്രയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് CCTV-യിൽ നിന്ന് വ്യക്തമാണ്. 2 പ്രായമായ ആളുകളുടെ CCTV ഇതിനോടകം തന്നെ പുറത്തു വരികയും പോലീസ് അത് സമാഹരിച്ച് അന്വേഷിക്കുകയും നടത്തിയിരുന്നു. പുന്നപ്രയിൽ സന്തോഷിനെ കൂടാതെ മറ്റ് സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. അവരിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണം. അതുമായി ബന്ധപ്പെട്ടുള്ള ലീഡുകൾ ഉടൻ തന്നെ പോലീസിന് ലഭ്യമാകും എന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട്. ഏറെക്കുറെ ചില ലീഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രദേശത്ത് പുന്നപ്രയിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെയും എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടും. പക്ഷേ പുന്നപ്രയിലും അല്ലെങ്കിൽ വടക്കൻ പറവൂരും മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഘമല്ല ഈ കുറുവ സംഘം കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ മധു ബാബു വ്യക്തമാക്കിയത്, DYSP വ്യക്തമാക്കിയത്. അതുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ഒരു അന്വേഷണവും പരിശോധനകളും കൂടുതൽ കർശനമാക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അനുജ, അതെ, കുറുവ സംഘവുമായി ബന്ധപ്പെട്ട ആശങ്ക ഒരളവ് വരെ ഒഴിഞ്ഞ വാർത്താ ദിനം കൂടിയാണ് ഇന്ന്. കാരണം ഈ സംഘത്തിലുള്ള ഒരാളെയാണ് പോലീസ് പിടികൂടിയത്. 14 പേരടങ്ങുന്ന സംഘമാണ്. മാത്രമല്ല ഈ സംഘവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ കൂടാരം എവിടെയാണ്, അവിടെ പോയി പോലീസ് പരിശോധന നടത്തി. അവിടെ നിന്ന് കുറേ സാധന സാമഗ്രികൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ട്. എന്നാൽ ഈ സംഘത്തിലുള്ള മറ്റുള്ളവർ എവിടെയാണ് എന്നൊക്കെ ഉള്ളതിലേക്കാണ് പോലീസ് ഇനി അടുത്ത പരിശോധന, അന്വേഷണം, കർശന നിരീക്ഷണമെല്ലാം നടപ്പിലാക്കുന്നത്.